ടു ബ്ലൈൻഡ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ടാക്സോണമിയിൽ ബാക്കി വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാമിലി ക്യാരക്ടേഴ്സ് ആണ്. അതിൽ ആദ്യം എടുക്കുന്നത് മെലാസ്റ്റോമേസി ആണ്. മെലാസ്റ്റോമേസിയെ കൂടാണ്ട് റൂബിയേസിയ ആൻഡ് കുക്കുർബിറ്റേസിയും കൂടി ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് മെലാസ്റ്റോമേസിയെ നോക്കാം. അപ്പോൾ മെലാസ്റ്റോമേസിയെ എന്ന് പറയുന്നത് മെലാസ്റ്റോം ഫാമിലി എന്നുള്ള പേര് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെലാസ്റ്റോമേസിയുടെ നമ്മൾ ബ്ലാക്ക് മൗത്ത് എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മെലാസ്റ്റോമേസി എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. ഈ ഒരു ബ്ലാക്ക് മൗത്ത്, ബ്ലാക്ക് എന്ന് പറയുന്നത് മെല, മൗത്ത് എന്ന് പറയുന്നത് സ്റ്റോമ എന്നുള്ള ഒരു പേരും കൂടിയാണ് കേട്ടോ. അതായത് ഇവരുടെ ആ ഒരു ബെറി തിന്നു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ ബ്ലൂ സ്റ്റെയിൻ ആകും നമ്മളുടെ ടെങ്കിൽ. അതുകൊണ്ടാണ് ബ്ലാക്ക് മൗത്ത് എന്നുള്ള പേരും കൂടി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ബെന്താമൻ ഹുക്കർ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇവയുടെ ഓർഡർ ഫാനറോഗ്രാംസ്, ഡൈക്കോട്ലിഡൻസ്, പോളിപെറ്റാലെ, അതിന്റെ താഴെ കാൽസിഫ്ലോറ്, മിർട്ടേൽസ്, മെലാസ്റ്റോമേസി. മോഡേൺ ക്ലാസിഫിക്കേഷനിൽ ഓർഡർ മിർട്ടേൽസ് തന്നെയാണ് കേട്ടോ. മോഡേൺ ക്ലാസിഫിക്കേഷൻ ആണ് ഓർഡർ മിർട്ടേൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ അവയുടെ ഡിസ്ട്രിബ്യൂഷനും കൂടി നോക്കാം. അപ്പം ഏകദേശം ഈ ഒരു ഫാമിലിയിൽ 170 മുതൽ 180 വരെ ജനറയും അതിൽ 5000 സ്പീഷീസും കാണുന്നുണ്ട് കേട്ടോ. മെയിൻ ആയിട്ട് ത്രൂ ഔട്ട് ദ ഒരു വേൾഡിൽ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കാണുന്നത്. അതിൽ തന്നെ എസ്പെഷ്യലി അമേരിക്കയിലുള്ള ട്രോപ്പിക്കൽ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഗ്രേറ്റസ്റ്റ് ഡൈവേഴ്സിറ്റി ഉള്ളത്. അമേരിക്കയിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ബ്രസീലിലാണ്. കൂടാതെ ഏഷ്യ, ആഫ്രിക്ക, മഡഗാസ്കാറിലും ഇവ കോമൺ ആയിട്ടുണ്ട്. ഇന്ത്യയിൽ പറഞ്ഞാൽ വെസ്റ്റേൺ ഘട്ടിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ആണ് ഈ ഒരു മെലാസ്റ്റോമേസിയുടെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്പീഷീസ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഇവയുടെ ക്യാരക്ടേഴ്സിലോട്ട് പോകാം. ഒന്നാമത്തേത് ഇവയുടെ ഹാബിറ്റ് ആണ്. ഹാബിറ്റ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഹാബിറ്റ് കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഇവ ഷ്രബാണ്. ഏറ്റവും കൂടുതലുള്ളത് ഷ്രബാണ് അല്ലെങ്കിൽ ഹെർബ്. മോസ്റ്റ്ലി ഹെർബ്സ് ആൻഡ് ഷ്രബ്സ് ആണ്. സ്പീഷീസ് ട്രീ ആയിട്ട് ഗ്രോ ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ക്ലൈംബറും വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമൺ ആയിട്ട് കാണുന്ന ഒരു ഷ്രബാണ് മെലാസ്റ്റോമ മലബാത്രിക്കം എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റ് നമ്മൾ എല്ലാവരുടെയും വീടുകളിലൊക്കെ വളർത്തുന്ന ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് കേട്ടോ മെലാസ്റ്റോമ മലബാത്രിക്കം എന്ന് പറയുന്നത്. അതിന്റെ തന്നെ ഒരു ഹെർബേഷ്യസ് ആയിട്ടുള്ള ഫോം ആണ് ഒസ്ബെക്കിയ ഒക്ടാൻഡ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഒസ്ബെക്കിയ ഒക്ടാൻഡ്ര 8 ആൻഡ്രീഷ്യം ഉള്ള അല്ലെ 8 സ്റ്റെയ്മെൻസ് ഉള്ള ആണ് ഓസ്ബെക്കിയ ഒക്ടാൻഡ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അവയുടെ ഹാബിറ്റ്. നെക്സ്റ്റ് അവയുടെ റൂട്ട് സിസ്റ്റം ആണ്. യൂഷ്വലി ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. മലബാത്രിക്കത്തിലൊക്കെ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കാണുന്നത്. ചില വുഡി ആയിട്ടുള്ള ട്രീ, സ്മോൾ ട്രീ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു വുഡി ആയിട്ടുള്ള ട്രീ സ്പീഷീസിൽ ചിലപ്പം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചഡ് ആയിട്ടുള്ള റൂട്ടും കാണുന്നുണ്ട്. ഓക്കെ, സ്റ്റെമ്മില് അവ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അവയുടെ കോഡ്രാങ്കുലാർ ആയിട്ടുള്ള സ്റ്റെം ആണ്. നമ്മൾ ലാമിയേസിയിൽ പഠിക്കുമ്പോഴും കോഡ്രാങ്കുലാർ ആയിട്ടുള്ള സ്റ്റെം പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെലാസ്റ്റോമേസിയിലും കോഡ്രാങ്കുലാർ ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്റ്റെം ആണ്. ഓക്കെ, അവയുടെ സ്റ്റെം കോഡ്രാങ്കുലാർ 4 ആംഗിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ആംഗിളില് ഹെയറി ആണ്. ആ ഹെയറി ആയിട്ടുള്ളതിനെയാണ് നമ്മൾ പ്യൂബസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സർഫേസ് എന്ന് പറയുന്നത് ഹെയറി അല്ലെങ്കിൽ പ്യൂബസെന്റ് ആണ്. നല്ല രീതിയിൽ ക്വാഡ്രാങ്കുലാർ ആയിട്ടുള്ള സ്റ്റെം കാണിക്കുന്നതാണ് ഈ ഒരു ഓസ്ബെക്കിയയിലൊക്കെ. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് അവയുടെ ലീവ്സ് ആണ്. ലീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിക്കേണ്ട അവയുടെ വീനേഷൻ. അവയുടെ വീനേഷനെ അക്രോഡോമസ് ലീഫ് വീനേഷൻ എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു അക്രോഡോമസ് ലീഫ് വീനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അക്രോഡോമസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ലീവ്സിന്റെ വീനേഷനിൽ ആദ്യം അവയുടെ ലീവ്സ് നോക്കിയാൽ പാരലൽ ആയിട്ടുള്ള കേർവ്ഡ് വെയിൻസ് ഉണ്ടായിരിക്കും. പാരലൽ ആയിട്ട്, അത് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഒരു കേർവേച്ചർ ഉണ്ടല്ലോ, പാരലൽ ആയിട്ടുള്ള കേർവ്ഡ് വെയിൻസ് ഉണ്ടായിരിക്കും. ഒരു ഏകദേശം 9 മുതൽ 3 ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസ് ഉണ്ടായിരിക്കും. അവ ലീഫിന്റെ ടിപ്പിലോട്ട് പോകും തോറും കേർവ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ലോങ്ങിറ്റ്യൂഡിനൽ വെയിൻസിന്റെ ഇടയിലായിട്ട്, ഈ 2 വെയിൻസിന്റെ ഇടയിലായിട്ട് അവയെ കണക്ട് ചെയ്തിട്ട് കുറെ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സെക്കൻഡറി വെയിൻസ് ഉണ്ടായിരിക്കും. ഏകദേശം ഒരു ലാഡർ പോലെ ആയിരിക്കും അവയുടെ സ്ട്രക്ചർ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സ്ട്രക്ചറിനെ അക്രോഡോമസ് ലീഫ് വീനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റ് ആണ്. അത് കുരിശ് പോലെ അല്ലെ, നേരെ ഓപ്പോസിറ്റ് ഡെക്യൂസേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവ യൂഷ്വലി പീറ്റിയോളേറ്റ് ആണ്. അവയ്ക്ക് ലീവ്സിന്റെ ടിപ്പില് പീറ്റിയോൾസ് പ്രസന്റ് ആണ്. എൻറ്റയർ ആയിട്ടുള്ള ലീഫ് മാർജിൻ ആണ്. ചില കേസിൽ പീറ്റിയോളേറ്റ് ആണ്, പക്ഷെ സ്റ്റിപ്യൂള് പ്രസന്റ് ആണ് കേട്ടോ. പീറ്റിയോൾസ് പ്രസന്റ് ആണ്, സ്റ്റിപ്യൂള് ആബ്സെന്റ് ആണ്. പീറ്റിയോൾസ് പ്രസന്റ് ആണ്, സ്റ്റിപ്യൂള്
ആബ്സെന്റ് ആണ്. ഏകദേശം 3 to 7 സ്ട്രോങ് വെയിൻസ് ഉണ്ടായിരിക്കും ബേസിൽ നിന്ന് അറേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് ആ ഒരു ലീവ്സ് വിത്ത് ബേസിൽ നിന്ന് തന്നെ ലീവ്സ് അറേഞ്ച് ചെയ്യുന്നത് മെലാസ്റ്റോമ മലബാത്രിക്കത്തിന്റെ ഒക്കെ ആ ഒരു ലീഫ് നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഈ ഒരു അക്രോഡോമസ് എന്ന് പറയുന്നത് ഇവയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റി ആണ്. നെക്സ്റ്റ് പറയുന്നത് ഇവയുടെ ഇൻഫ്ലോറസൻസ് ആണ്. അപ്പൊ ഇൻഫ്ലോറസൻസ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹൈപ്പാൻഡിയം എന്ന് പറയുന്ന ഒരു ടേമും കൂടി നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇൻഫ്ലോറസൻസ് മോസ്റ്റ് കോമൺ ആയിട്ട് ടെർമിനലി അല്ലെങ്കിൽ ആക്സിയൽ ആയിട്ട് ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ടാണ് കാണുന്നത്. ദെൻ സോളിറ്ററി ആയിട്ട് ചില ഫ്ലവർ അധികം നമ്മൾ ഈ ഒരു മെലാസ്റ്റോമയൊക്കെ ഈ ഒരു മലബാത്രിക്കസ് ഒക്കെ സിംഗിൾ ആയിട്ടുള്ളതും കാണുന്നുണ്ട്, ക്ലസ്റ്റർ ആയിട്ടുള്ളതും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആക്ച്വലി അവയുടെ ഇൻഫ്ലോറസൻസ് സൈമും ഉണ്ട് പാനിക്കിളും ഉണ്ട്. ചില കേസിൽ സോളിറ്ററി ഫ്ലവേഴ്സ് ആയിട്ടും കാണുന്നുണ്ട്. ഇപ്പൊ ഇതൊരു ഇൻഫ്ലോറസൻസ് ആ ഒരു ഫോമിലല്ലേ ഉള്ളത്. ഓക്കെ, അങ്ങനെ സൈമോസ് ക്ലസ്റ്റർ ആയിട്ട് കാണുന്നത് ഈ റോസ്ബക്കിയ ചിനൻസിസ് ഒക്കെ ക്ലസ്റ്റർ ആയിട്ടും കാണുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് അവയുടെ ഫ്ലവർ. അപ്പൊ ഫ്ലവർ എന്ന് പറയുന്നത് ബൈസെക്ഷുവൽ ആണ്. ബൈസെക്ഷുവൽ ആൻഡ് ആക്ടിനോമോർഫിക് ആണ്. മെജോറിറ്റി കേസിലും ആക്ടിനോമോർഫിക് ആണ്. അതായത് ഏത് പ്ലെയിനിലൂടെ മുറിച്ചാലും എന്താ ഈക്വൽ ഹാഫ്സ് കിട്ടും. ബൈസെക്ഷുവൽ ആണ്. ടെട്രാമീറസ് അല്ലെങ്കിൽ പെന്റാമീറസ്. ഇപ്പൊ ഇതിൽ മലബാത്രിക്കസിൽ 5 ആണ്. ദെൻ ഈ ഒരു ഉസ്ബെക്കിയയിൽ മെജോറിറ്റി കേസിൽ 4 ഉള്ളത് കാണുന്നുണ്ട്. ഫ്ലവേഴ്സ് നല്ല ലാർജ് ആണ്, ബ്രൈറ്റ്ലി കളേർഡ് ആണ്. പർപ്പിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആ ഒരു പർപ്പിൾ ഫാമിലി തന്നെയാണ്. ഏകദേശം എല്ലാം പർപ്പിൾ ആ ഒരു വയലറ്റ് കളറിലായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ ഫ്ലവർ. നെക്സ്റ്റ് അവയുടെ കാലിക്സ് 4 അല്ലെങ്കിൽ 5 ആയിരിക്കും. സെപ്പിൾസ് ബേസിൽ ഫ്യൂസ്ഡ് ആയിരിക്കും. ഇവിടെ സെപ്പിൾസ് മാത്രമല്ല, സെപ്പിലും പെറ്റലും എല്ലാം ബേസിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പഠിക്കാനുള്ള അവയുടെ കാലിക്സ് പെർസിസ്റ്റന്റ് ആണ്. അങ്ങനെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കാലിക്സ് ഉസ്ബെക്കിയയിലൂടെ ഒക്കെ കാണുന്നത് നല്ല പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കാലിക്സ് ആണ്. പിന്നെ അവയുടെ കൊറോള അതേപോലെ തന്നെ 4 or 5 ആയിരിക്കും. പെറ്റൽസ് ഫ്രീ ആണ്, പോളി പെറ്റാലസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. നല്ല ബ്രൈറ്റ് കളർ ആണ്. ഓക്കെ, നല്ല ബ്രൈറ്റ് കളർ ആയിട്ടുള്ള പെറ്റൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് പറയുന്നതാണ് ഹൈപ്പാന്തിയം ഇൻ മെലാസ്റ്റോമ. ഈ ഒരു കാണുന്ന സ്ട്രക്ചറിൽ അവയുടെ ആ ഒരു ബേസിൽ കുറച്ച് സ്വല്ലൻ ആയിട്ടുള്ള റീജിയൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ആക്ച്വലി ഹൈപ്പാന്തിയം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഹൈപ്പാന്തിയം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കപ്പ് ഓർ ട്യൂബുലാർ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഏതിന്റെ ഒക്കെ ഫ്യൂഷൻ കാരണമാണ് ഉണ്ടാകുന്നത്? സെപ്പല് പെറ്റല് സ്റ്റെയ്മൻ അവയുടെ ഫ്ലോറൽ റിസപ്റ്റക്കിളും ആയിട്ട് അവയുടെ ബേസിൽ മാത്രം ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഫ്യൂസ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു ഹൈപ്പാന്തിയം എന്ന് പറയുന്നത്. അതർ ഫ്ലോറൽ പാർട്ട് എന്ന് പറയുന്നത് സെപ്പല് പെറ്റല് സ്റ്റെയ്മൻ ഒക്കെ ഈ ഒരു ഹൈപ്പാന്തിയത്തിന്റെ റിമ്മിൽ നിന്നാണ് അറേഞ്ച് ചെയ്യുന്നത്. ചില കേസിൽ ഹൈപ്പാന്തിയത്തിന്റെ ഉള്ളിലായിരിക്കും ഓവറി കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആകാം, അല്ലെങ്കിൽ പാർഷ്യലി എൻക്ലോസ്ഡ് ആയിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവയുടെ അപ്പിയറൻസ് ആ ഒരു ഫ്ലവറിനെ പെരിഗൈനസ് അല്ലെങ്കിൽ എപ്പിഗൈനസ് ഫ്ലവർ പോലെ തോന്നാം. എക്സാമ്പിൾ ആയിട്ട് മെലാസ്റ്റോമ മലബാത്രിക്കം, ഇതാണ് മലബാത്രിക്കത്തിലൊക്കെ നല്ല രീതിയിൽ വിസിബിൾ ആണ്. അപ്പൊ ഹൈപ്പാന്തിയം എന്ന് പറയുന്നത് എന്താണ്? സെപ്പലും പെറ്റലും സ്റ്റീമനും അവയുടെ ബേസിൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ട്, അവയുടെ ഉള്ളില് ഓവറിയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രക്ചറിനെയാണ് ഹൈപ്പാന്തിയം എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ആൻഡ്രീഷ്യത്തിന്റെ ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് യൂഷ്വലി 8 to 10 ആണ്. ഓക്കെ, 8 to 10 എന്ന് പറയുന്നത് ഓഫൺ ഒക്കറിംഗ് 2 അൺഈക്വൽ സെറ്റ്, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഡൈമോർഫിക് ആണ്, 2 സീരിയേറ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൂടാതെ ഡൈമോർഫിക് ആണ്, 2 ടൈപ്പ് ആയിട്ടുള്ള 2 വ്യത്യാസമായിട്ടുള്ള അൺഈക്വൽ ആയിട്ടുള്ള സെറ്റ് ഓഫ് എന്താ സ്റ്റേമെന്റ്സ് ആണ് കാണുന്നത്. ഓക്കെ, കാരണം അതിൽ ആന്തർ ആർ ഇലോങ്ങേറ്റഡ്. അപ്പൊ നീ സൂക്ഷിച്ചു നോക്കി, ഈ ഒരു വയലറ്റ് കളറിൽ കണ്ടോ, നല്ല കേർവ്ഡ് ആയിട്ടുള്ള ആന്തർ ആണ് അല്ലെ, കേർവ്ഡ് ആയിട്ടുള്ള ആന്തർ, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ആന്തർ ആണ്. കാരണം അങ്ങനെ ഇലോങ്ങേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് അവയുടെ ഫിലമെന്റും ചെറിയ രീതിയിൽ ട്വിസ്റ്റഡ് ആണ്. അങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഫിലമെന്റും കേർവ്ഡ് ആയിട്ടുള്ള ആന്തറും ഉള്ള കണ്ടീഷനെയാണ് ജെനിക്കുലേറ്റ് ആന്തർ അല്ലെങ്കിൽ ജെനിക്കുലേറ്റ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അവയുടെ ഡിസ്പേഴ്സൽ നടക്കുന്നത് എപ്പിക്കൽ പോറിലൂടെയാണ്. ഓക്കെ, അങ്ങനെ പോർ ഓപ്പണിംഗ് ആണ് മെയിൻ ആയിട്ട് ഉസ്ബെക്കിയയിലൊക്കെ നടക്കുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് അവയുടെ ഗൈനീഷ്യം ആണ്. ഗൈനീഷ്യം എന്ന് പറയുന്നത് യൂഷ്വലി 2 മുതൽ 5 കാർപ്പലാണ്. ദെൻ അവ ഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ്. ഓവറി സുപ്പീരിയറോ ഇൻഫീരിയറോ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. പ്ലാസന്റേഷൻ ആക്സൈൽ ആണ്. ഓക്കെ, മൾട്ടി ലോക്കുലാർ ആയിട്ടുള്ള ഓവറി ആണ് മെലാസ്റ്റോമയിൽ പ്രസന്റ് ആയിട്ടുള്ളത് എന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതാണ് ഗൈനീഷ്യം. അവയുടെ ഫ്രൂട്ട് ആക്ച്വലി അവയുടെ ഫ്രൂട്ട് ക്യാപ്സ്യൂൾ ആണ്.
ചില കേസിൽ ബെറി കാണുന്നുണ്ട്. ഓസ്ബെക്കിയയിലൊക്കെ ക്യാപ്സ്യൂൾ ആണ് അവയുടെ ഫ്രൂട്ട്. ദെൻ സീഡ്സ് പ്രസന്റ് ആയിട്ടുള്ളത് വളരെ സ്മോൾ ആയിട്ടുള്ള ന്യൂമറസ് ആയിട്ടുള്ള സീഡ്സ് പ്രസന്റ് ആണ്. യൂഷ്വലി എൻഡോസ്പെർമിക് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവയുടെ ഫാമിലി ക്യാരക്ടേഴ്സ്. ദെൻ അവയിലെ കുറച്ച് എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കുന്നത് ഓർണമെന്റൽ ആയിട്ട് മെയിൻ ആയിട്ട് മെഡിനില്ല, അത് വേറൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എക്സാമ്പിൾ ആണ്. മെഡിനില്ലയൊക്കെ ഈ ഒരു മെലാസ്റ്റോമയൊക്കെ ഓർണമെന്റൽ ആണ്. ചിലത് ട്രഡീഷണൽ മെഡിസിൻ ആയിട്ടും. അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് അത്ര വാല്യുബിൾ ഉള്ളതല്ല കേട്ടോ. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് മെലാസ്റ്റോമേസിയിൽ പറയാനുള്ളത്. ഓക്കെ, then രണ്ടാമത്തെ ഫാമിലിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് കുക്കുർബിറ്റേസി എന്ന് പറയുന്നത്. അവയുടെ പൊസിഷൻ നോക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്, ദെൻ ഫാനറോഗ്രാംസ് ആണ് ഡിവിഷൻ, ക്ലാസ് ഡൈക്കോട്ടിലിഡനെ, ഗാമോപെറ്റാലെ, ഇൻഫറെ, കുക്കുർബിറ്റേൽസ്, കുക്കുർബിറ്റേസി. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം 90 to 100 ജനറയിൽ 750ഓളം സ്പീഷീസ് കാണുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇവയും ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് വേൾഡ് വൈഡ് ആയിട്ട് കോസ്മോപൊളിറ്റൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് സ്പീഷീസ് ആണ് കുക്കുർബിറ്റേസി എന്ന് പറയുന്നത്. അവയുടെ ഇമ്പോർട്ടന്റ് പെക്യുലാരിറ്റീസിൽ ആദ്യം നമുക്ക് ഹാബിറ്റ് നോക്കാം. നമുക്കറിയാമല്ലേ, അവ ഹെർബേഷ്യസ് ആയിട്ടുള്ള ക്ലൈംബേഴ്സ് ആണ്. ഓക്കെ, ക്ലൈംബേഴ്സ് അല്ലെങ്കിൽ ട്രെയിലേഴ്സ് ആണ് ഈ ഒരു കുക്കുർബിറ്റേസിയിൽ വരുന്നത്. ക്ലൈംബ് യൂസിങ് ടെൻഡ്രിൽസ്, സ്റ്റെം മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ടെൻഡ്രിൽസ് യൂസ് ചെയ്തിട്ടാണ് ക്ലൈംബ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, മോമോഡിക്ക, ചെറൻഷ്യ, ക്ലൈംബിംഗ് വൈൻ, കൈപ്പക്ക, ലെജനേറിയ, സിസിറേറിയ എന്ന് പറയുന്ന ഒരു ട്രെയിലിംഗ് ക്ലൈംബർ ആണ്. ഓക്കെ, ട്രെയിലിംഗ് ക്ലൈംബർ ആണ്. ഇതാണ് നമ്മൾ ഈ ഒരു കണ്ണൂരൊക്കെ ഇതിന് ചെരപ്പ എന്നൊക്കെയാണ് പേര് പറയുക. ചുരങ്ങ, ചെരപ്പ എന്നൊക്കെ പേര് പറയാറുണ്ട്. മറ്റു നാടുകളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഇതിന്റെ സയന്റിഫിക് നെയിം ലെഗനേറിയ സിസറേറിയ എന്ന് പറയുന്നതാണ്. അപ്പൊ അവ ട്രെയിലിംഗ് ക്ലൈംബർ ആണ്. നമ്മളുടെ കൈപ്പക്ക ക്ലൈംബിംഗ് വൈൻ ആണ്. ഓക്കെ, ക്ലൈംബിംഗ് വൈൻ ആണ്. നെക്സ്റ്റ് ക്യാരക്ടർ നോക്കാം. അവയുടെ റൂട്ട് സിസ്റ്റം ആണ്, ടാപ്പ് റൂട്ട് ആണ്. റൂട്ട് കുറച്ച് ഫ്ലഷി ആയിട്ടുള്ളതാണ്. അങ്ങനെ ഫ്ലഷി റൂട്ട് ആയിട്ട് കാണുന്നതിന് എക്സാമ്പിൾ ആണ് കുക്കുർബിറ്റ മാക്സിമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവയുടെ സ്റ്റെം ആണ്, വളരെ വീക്ക് ആണ്. ഒരു ടെൻഡ്രിൽസ് പ്രസന്റ് ആയിട്ടുള്ള ഹെർബേഷ്യസ് ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള സ്റ്റെം ആണ്. ആംഗുലാർ ആൻഡ് ഹെയറി, നല്ല രീതിയിലുള്ള ഹെയർസ് പ്രസന്റ് ആയിരിക്കും. ആക്സിലറി ആയിട്ട് ടെൻഡ്രിൽസ്, സ്റ്റെമ്മിന്റെ ആക്സിലറി ആയിട്ട് ടെൻഡ്രിൽസ് പ്രസന്റ് ആണ്. അപ്പോൾ ഇതിൽ കാണുന്ന ടെൻഡ്രിൽസ് ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് എന്ന് പഠിക്കുക. ടെൻഡ്രിൽസ് കുക്കുമിസ് സറ്റൈവസിലും പ്രസന്റ് ആയിട്ടുള്ളത് ടെൻഡ്രിൽസ് ആണ്. എല്ലാ ഫാമിലിയിലും ടെൻഡ്രിൽസ് പ്രസന്റ് ആണ് കേട്ടോ. എല്ലാ സ്പീഷീസിലും. അവയുടെ ലീവ്സ് സിമ്പിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. പാമേറ്റ്ലി ലോബ്ഡ് അല്ലെ, നമ്മൾ ലോബ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലേ, വെള്ളരിക്കയുടെ ഒക്കെ ആ ഒരു ലീഫ് കണ്ടാൽ അവ ലോബ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ദെൻ കൈപ്പക്കയിലും ലോബ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അവ എക്സ്റ്റിപ്പുലേറ്റ് ആണ്. സ്റ്റിപ്യൂൾസ് ഇവയിൽ ആബ്സെന്റ് ആണെന്ന് പഠിച്ചു വെക്കുക. ദെൻ ഇൻഫ്ലോറസൻസ് പഠിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, എല്ലാം നമ്മൾ എന്താ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലേ, അവ ആക്സിലറി ആയിട്ടാണ് കാണുന്നത്. യൂഷ്വലി ആക്സിലറി ആയിട്ടാണ് ഫ്ലവേഴ്സ് കാണുന്നത്. അവയിൽ മെയിൽ ഫ്ലവർ മെജോറിറ്റി കേസിലും യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവർ ആണല്ലോ. അതായത് രണ്ട് സെപ്പറേറ്റ് പ്ലാന്റിലാണ് മെയിലും ഫീമെയിലും കാണുന്നത്. അതിൽ മെയിൽ ഫ്ലവർ യൂഷ്വലി ക്ലസ്റ്റർ ആയിട്ടാണ് കാണുന്നത്. ഫീമെയിൽ ഫ്ലവർ സോളിറ്ററി ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഒരു ഫ്ലവറിന് ഫാമിലിക്ക് ഒരു സ്പീഷീസിന് എക്സാമ്പിൾ ആണ് കുക്കുർബിറ്റ മാക്സിമ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലവർ ക്യാരക്ടർ നോക്കാം. അവ യൂണിസെക്ഷൽ ആണ് ഫ്ലവേഴ്സ്, മൊണേഷ്യസ് അല്ലെങ്കിൽ ഡയേഷ്യസ്. ഓക്കെ, മെജോറിറ്റിയിലും യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇതിൽ മൊണേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്, അതായത് സെയിം ഫ്ലവറിൽ തന്നെ സെയിം പ്ലാന്റിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റിൽ ഒരു പ്ലാന്റ് മെയിൽ പ്ലാന്റ്, മറ്റേത് ഫീമെയിൽ പ്ലാന്റ്, അങ്ങനെയും ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പൊ ആ ഒരു കണ്ടീഷൻ ആണ് മൊണേഷ്യസ് പ്ലാന്റ്, അത് കുക്കുർബിറ്റ. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റിലാണെങ്കിൽ അത് ട്രൈക്കോസാന്തസ് ഡയോയിക്ക ആണ് അവയുടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് അവയുടെ കാലിക്സ് ആണ്. യൂഷ്വലി 5 ആണ് അല്ലെ, 1 2 3 4 5 5 സെപ്പൽസ് ആണ് ഉണ്ടായിരിക്കുക. ഇതാണ് സെപ്പൽസ് കേട്ടോ. സെപ്പൽസ് യൂഷ്വലി ഫ്യൂസ്ഡ് ഫോമിങ് ആയി ഒരു ലോബ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവയുടെ ടിപ്പിൽ ബേസിൽ ഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ ഫോം ചെയ്യുന്നതായിരിക്കും അവരുടെ കാലിക്സ്. പെറ്റൽസും 5 ആണ്. അവയും ഫ്യൂസ്ഡ് അറ്റ് ദ ബേസിലൊക്കെ ഫ്യൂസ്ഡ് ആണ്. ഫ്യൂസ്ഡ് അല്ലാത്ത കണ്ടീഷനും കാണുന്നുണ്ട് കേട്ടോ. യൂഷ്വലി യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിരിക്കും. യെല്ലോ ഫ്ലവേഴ്സ് ആയിട്ടുള്ളതിന് എക്സാമ്പിൾ ആണ് കുക്കുമിസ് സറ്റൈവസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്യാരക്ടർ
പറയാനുള്ളത് അവയുടെ ആൻഡ്രീഷ്യമാണ്. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? യൂഷ്വലി 5 stamens ആണ്. ഓക്കെ, യൂഷ്വലി 5 stamens ആയിട്ടുള്ളതാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അവ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 2+2+1 എന്നുള്ള അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, 2+2+1 എന്നുള്ള അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഈ ഒരു കൊറോള പെറ്റൽസ് ഫ്യൂസ്ഡും ഫ്രീ ആയിട്ടുള്ള പെറ്റൽസും കാണുന്നുണ്ട് എന്നൊന്ന് ഓർത്ത് വെക്കണം. ഞാൻ ഇവിടെ ഫ്യൂസ്ഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഗ്യാമോപെറ്റാലസ് ആണ് ഈ ഒരു കുക്കുർബിറ്റ, കൊക്സീനിയയിലൊക്കെ. പോളിപെറ്റാലസ് ആയിട്ടുള്ള ഈ ഒരു ലെജനേറിയയിലൊക്കെ പോളിപെറ്റാലസ് ആയിട്ടുള്ള കണ്ടീഷനും കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ്രീഷ്യം 2+2+1 അറേഞ്ച്മെന്റ് ആണ് അവയിലുള്ള. ആന്തറി ട്വിസ്റ്റഡ് ആണ്. കുക്കുർബിറ്റ, മാക്സിമയിലൊക്കെ നോക്കിയാൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ആന്തർ ആണ് കാണുന്നത്. കാർപ്പൽസ് 3 കാർപ്പൽസ് ആണ്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 3 കാർപ്പൽസ് ആണ്. ഇൻഫീരിയർ ഓവറി ആണ്. നമുക്കറിയാം കുക്കുർബിറ്റയിലുള്ള പ്ലാസന്റേഷൻ പെരിയേറ്റൽ പ്ലാസന്റേഷൻ ആണ്. ഓക്കെ, പെരിയേറ്റൽ പ്ലാസന്റേഷൻ ആണ്. ഇൻഫീരിയർ ഓവറി ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, ദെൻ സീഡ്സ് ന്യൂമറസ് ആയിട്ടുള്ള സീഡ്സ് ഉണ്ട്. ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സീഡ്സ് ആണ്. നോൺ എൻഡോസ്പെർമിക് ആണ്. അവയുടെ ഫ്രൂട്ടിനെ പറയുന്ന പേരെന്താണ്? പെപ്പോ ആണ്. ഓക്കെ, പെപ്പോ ആണ്. അവയിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അവയിൽ വാട്ടർമെലൺ ആണ്, സിട്രുലസ് ലെനാറ്റസ്, കുക്കുർബിറ്റ മാക്സിമ പംകിൻ ആണ്, കുക്കുമിസ് സെറ്റൈവസ് ആണ് കുക്കുംബർ. ഇനി നമുക്ക് അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്കറിയാലേ. കുക്കുർബിറ്റ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പംകിനും ബിറ്റഗോഡൊക്കെ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. then ഒരു ഫ്രൂട്ട് ക്രോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? വാട്ടർമെലൺ, സിട്രുലസ് ലെനാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് കുക്കുർബിറ്റേസിയയിൽ പറയാനുള്ളത്. ലാസ്റ്റ് ഫാമിലി നോക്കാം, റൂബിയേസിയെ. ഒക്കെ നമ്മളുടെ ചെക്കിയിലെ ചെത്തി മന്ദാരം, ചെത്തി അല്ലെങ്കിൽ ഈ ഒരു ഹെമീലിയ ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ് റൂബിയേസി എന്ന് പറയുന്നത്. അവയുടെ സിസ്റ്റമാറ്റിക് പൊസിഷൻ നോക്കാം. പ്ലാന്റ്, ഫാനറോഗ്രാംസ്, ഡൈക്കോട്ടിലിഡനെ, ഗ്യാമോപെറ്റാലിയം, ഇൻഫറെ, റൂബിയൽസ്, റൂബിയേസി. ഓക്കെ, മോഡേൺ സിസ്റ്റം ഇവയെ ഓർഡർ ജെൻഷ്യാനേൽസിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവയുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഏകദേശം 600 ജനേറിയും 13,000 സ്പീഷീസും കാണുന്നുണ്ട്. ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഇവയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഏകദേശം ആദ്യം നിങ്ങളോട് ഒരു കാര്യം പറയാം. റൂബിയേസി എന്ന് പറയുമ്പോൾ അവയുടെ ഐഡന്റിഫൈങ് ഫീച്ചർ എന്ന് പറയുന്നത് ഇന്റർപീറ്റിയോലാർ സ്റ്റിപ്യൂൾ ആണ്. അത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. ഞാൻ ഈ ഒരു സ്ലൈഡിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇന്റർപീറ്റിയോലാർ സ്റ്റിപ്യൂൾ ആണ് ഇവയുടെ ഐഡന്റിഫൈങ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അവയുടെ ഹാബിറ്റ്. അവ ഹെർബ്, ഷ്രബ്, ട്രീ 3 ഫോമിലും കാണുന്നുണ്ട്. അവയിലെ ഷ്രബ് ആയിട്ട് കാണുന്നതാണ് ഇക്സോറ, കൊക്സീനിയ, ഹെമീലിയ ഒക്കെ. കോഫിയ അറബിക്ക എന്ന് പറയുന്നത് സ്മോൾ ട്രീ ആയിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് കോഫിയ അറബിക്ക. ഓക്കെ, കോഫിയ അറബിക്ക. നെക്സ്റ്റ് പറയുന്നതാണ് ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്യാരക്ടർ നോക്കാം. റൂട്ട് ആണ്, ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. അതിലെ സിൻചോണ ഒഫീസിനാലിസ് എന്ന് പറയുന്ന പ്ലാന്റ് മെഡിസിനലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂട്ട് ആണ്. സിൻചോണ ഒഫീസിനാലിസ് എന്ന് പറയുന്നത് മെഡിസിനലി ഇമ്പോർട്ടന്റ്. അങ്ങനെയുള്ള എക്സെപ്ഷണൽ ആയിട്ട് കാണുന്ന സ്പീഷീസ് ഒക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് അടുത്ത ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ അവയുടെ സ്റ്റെം ആണ്. ഓക്കെ, അവയുടെ സ്റ്റെം ആണ്. അവയുടെ സ്റ്റെമ്മിന്റെ ക്യാരക്ടേഴ്സ് എന്താണ്? സ്റ്റെം ഇറക്റ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റെം ആണ്. ഇറക്റ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റെം ആണ്. വിത്ത് വുഡി ആയിട്ടുള്ള സ്റ്റെമ്മും കാണുന്നുണ്ട്, ഹെർബേഷ്യസ് ആയിട്ടുള്ള സ്റ്റെമ്മും കാണുന്നുണ്ട്. 2 രീതിയിലും കാണുന്നുണ്ട്. അതിൽ വുഡി ആയിട്ടുള്ള സ്റ്റെം ആണ് ഏത്? കോഫിയ അറബിക്ക എന്ന് പറയുന്നത്. കോഫിയ അറബിക്ക എന്ന് പറയുന്നത് എന്താണ്? വുഡി ആയിട്ടുള്ള സ്റ്റെം ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് അവയുടെ ലീവ്സ് സിമ്പിൾ ആണ്, അറേഞ്ച്ഡ് ഇൻ ഓപ്പോസിറ്റ്. ഒക്കെ ഇവിടെ കണ്ട ഓപ്പോസിറ്റ് ആൻഡ് ഡെക്കോസേറ്റ് ആണ് അല്ലേ. ഈ ഒരു ഇതില് ചെത്തിയിൽ അല്ലെങ്കിൽ ഇക്സോറയിൽ ഓപ്പോസിറ്റ് ഡെക്കോസേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. മെജോറിറ്റി കേസിലും ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വേൾഡ് ആയിട്ടുള്ള ഫിലോടാക്സി ആണ് കാണുന്നത് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇന്റർപീറ്റിയോലാർ സ്റ്റിപ്യൂൾ പ്രസന്റ്. ഓക്കെ, ഇന്റർപീറ്റിയോലാർ പിറ്റ്യോളിന്റെ ഇടയിൽ സ്റ്റിപ്യൂൾസ് സീൻ ഇൻ ഇക്സോറ കൊക്സീനിയ. ഇന്റർപീറ്റിയോലാർ സ്റ്റിപ്യൂൾസ് ആണ് ഇവയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി. മറന്നു പോകരുത്. എവിടെ ചോദിച്ചാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഇക്സോറയുടെ അല്ലെങ്കിൽ ഈ ഒരു റൂബിയേസിയ ഫാമിലിയുടെ ഐഡന്റിഫൈങ് ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ഈ ഒരു ഇന്റർപീറ്റിയോലാർ സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് പറയുന്ന ക്യാരക്ടർ എന്താണ്? അവയുടെ ഇൻഫ്ലോറസെൻസ് ആണ്. അവയിലെ സൈമോസ് ഇൻഫ്ലോറസെൻസ് കാണുന്നുണ്ട്. സൈമോസ് ഇൻഫ്ലോറസെൻസ് ദെൻ ചില കേസിൽ ഓഫൺ ഫോമിങ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹെഡ് ആയിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഹെഡ് ആയിട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണുന്നുണ്ട്. ക്ലസ്റ്റേർഡ് ഇൻഫ്ലോറസെൻസ് ആണ് ഇക്സോറ കൊക്സീനിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ ഇന്റർപീറ്റിയോലാർ സ്റ്റിപ്യൂൾ ആണ്. അതായത് പീറ്റിയോൾ
പീറ്റിയോളിന്റെ ഇടയിൽ ലീവ്സിന്റെയും ആ ഒരു പീറ്റിയോളിന്റെയും ഇടയിൽ രണ്ട് സൈഡിലായിട്ട് സ്റ്റിപ്യൂൾ കാണും. ജസ്റ്റ് ഒന്ന് വരക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ആയിട്ടില്ല. അപ്പൊ ഇതാണ് ഒരു സ്റ്റെം. സോറി, ഇതാണ് ഒരു സ്റ്റെം എങ്കിൽ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് ഒരു സ്റ്റെം എങ്കിൽ ഇവിടെ ലീഫ് ഉണ്ടായിരിക്കുമല്ലോ. ലീഫിന് പീറ്റിയോളും കൂടി വരച്ച് വെച്ചാൽ ലീഫ് ഉണ്ടായിരിക്കും. ആ ഒരു പീറ്റിയോളിന്റെ ഇടയിലായിട്ട് എന്താണ് പച്ച കളറിൽ വരക്കാം. ഇതാണ് പീറ്റിയോൾ എങ്കിൽ ആ പീറ്റിയോളിന്റെ ഇടയിലായിട്ട് ഇവിടെ രണ്ട് സൈഡിലും കാണും. അതാണ് ഇന്റർ പീറ്റിയോളാർ സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ആ ഒരു ക്യാരക്ടർ. ദെൻ ഫ്ലവർ എന്ന് പറയുന്നത് ബൈസെക്ഷൽ ആണ്, അക്ടിനോമോർഫിക് ആണ്, എപ്പിഗൈനസ് ആയിട്ടുള്ള ഫ്ലവർ ആണ് ഉണ്ടായിരിക്കുക. ദെൻ ട്യൂബുലാർ ആണ് അവയുടെ കാലിക്സ് കൊറോള പറയുമ്പോൾ പറയാം. കാരണം അവയുടെ കാലിക്സ് കൊറോളയുടെ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കാലിക്സ് 4 to 5 സെപ്പൽസ് ഫ്യൂസ്ഡ് ആയിട്ടുള്ള കാലിക്സ് ആയിരിക്കും. ദെൻ കൊറോള മെജോറിറ്റി കേസിലും 4 5 കാണാറുണ്ട്. യൂഷ്വലി ട്യൂബുലാർ ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ളതായിരിക്കും. ട്യൂബുലാർ കൊറോളയാണ് ഇക്സോറയിലൊക്കെ കാണുന്നത്. ദെൻ ആൻഡ്രീഷ്യത്തിന്റെ ക്യാരക്ടർ അതും 4 to 5 ആണ്. ഓർക്കാൻ എളുപ്പമാണല്ലോ. എപ്പിപെറ്റാലസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. എപ്പിപെറ്റാലസ് എന്ന് പറയുമ്പോൾ സ്റ്റീമൻ പെറ്റലുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അവയിൽ എക്സാമ്പിൾ ഗാർഡേനിയ, ജാസ്മിനോയിഡ്സ് ഒക്കെ അവയുടെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് അവയുടെ ഗൈനീഷ്യം 2 കാർപ്പൽസ് ഫ്യൂസ്ഡ് ആയിട്ടുള്ള 2 കാർപ്പൽസ് ആണ്. ഇൻഫീരിയർ ഓവറി ആണ്. എക്സൈൽ പ്ലാസന്റേഷൻ ആണ്. ഓക്കെ, കോഫി അറബിക്ക എല്ലാത്തിലും ഇൻഫീരിയർ ആയിട്ടുള്ള ഓവറി ആയിരിക്കും പ്രസന്റ് ആയിരിക്കുക. then അവയുടെ ഫ്രൂട്ട് പല 3 വെറൈറ്റീസ് കാണുന്നുണ്ട്. അതിൽ നമ്മുടെ കോഫി അറബിക്ക എന്ന് പറയുന്നത് ബെറി ആണ്. സിൻചോണ ഒഫീസിനാലിസ് ഒരു ക്യാപ്സ്യൂൾ ആണ്. ഗാർഡേനിയ ജാസ്മിനോയിഡ്സ് ഒരു ഡ്രൂപ്പ് ആണ്. ആ 3 എക്സാമ്പിൾസും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് അവയുടെ സീഡ്സ് എന്താണ്? എൻഡോസ്പെർമിക് ആയിട്ടുള്ള സീഡ് ആണ്. അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസും കൂടി നോക്കാം. അതിൽ നമ്മുടെ കോഫി അറേബിക്ക എന്ന് പറയുന്നത് ഒരു ബീവറേജ് ക്രോപ്പ് ആണ്. മെഡിസിനൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ക്വിനീൻ ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് സിൻചോണ ഒഫീസിനാലിസിൽ നിന്ന്. ഓർണമെന്റൽ ആയിട്ടാണ് ഇക്സോറ, കോക്സീനിയ, ഗാർഡേനിയ, ജാസ്മിനോയിഡ്സ്, കൂടാതെ ഒരു ഹെമീലിയ പാറ്റൻസിസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഈ 3 ഫാമിലീസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഒപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.